വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താ ഞാൻ ഉച്ചയ്ക്കുള്ള ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തലേന്ന് തന്നെ ഇതാ കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് എനിക്ക് ഈസിയായി. അങ്ങനെ ഇത് ഫ്രിഡ്ജൊക്കെ തുറന്നിട്ട് നമ്മൾ തലേന്ന് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് കട്ടിങ്ങും അല്ലാത്ത അല്ലറ ചില്ലറ നുറുക്കു വിദ്യകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്തുകൊണ്ട് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, ഞാൻ ഇതേപോലെ കണ്ടെയ്നറിലാക്കിയിട്ട് തലേന്ന് കുറേയൊക്കെ പ്രിപ്പറേഷൻ ചെയ്യാറുണ്ട്. അങ്ങനെ നിങ്ങൾ എൻ്റെ വീഡിയോയിൽ പലതും കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഇതാ മുരിങ്ങ നമ്മൾ ഊരി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വെണ്ടയ്ക്കും വലിയുള്ളിയും പച്ചമുളകും ഒക്കെ കൂടി അരിഞ്ഞിട്ട് ഒരു ഒറ്റ കണ്ടെയ്നറിലാക്കിയിട്ട് എടുത്ത് വെച്ച് അത് ഉപ്പേരിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതാ കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇതേപോലെ തന്നെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേറൊരു ബോട്ടിലാക്കിയിട്ട് വെക്കും കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് പുറത്തേക്ക് വെച്ചതിന് ശേഷം ഇതാ വേഗം ചോറിനുള്ള വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ പണികളൊക്കെ എളുപ്പത്തിൽ തീരാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടെത്തിയ ചെറിയ ചെറിയ നുറുക്കുവിദ്യകളാണ് കേട്ടോ ഇതൊക്കെ. ഇതിപ്പം ചില ആൾക്കാർ ചെയ്യുന്നുണ്ടാവും, ചിലർ ചെയ്യാതിരിക്കും. കാരണം ഇതിപ്പം ഫുഡ് ഉണ്ടാക്കുന്ന ടൈമിൽ അവിടെ ചെയ്താൽ പോരെയെന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാവും കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷെ നമ്മളെപ്പോഴും വീട്ടിലെ പണികൾ തീരുന്നില്ല എന്നുള്ളത് ഓരോരുത്തർ പറയുമ്പോഴും എന്തുകൊണ്ട് തീരുന്നില്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കാറില്ല. അല്ല, നിനക്ക് സുഖമാണ്, നിൻ്റെ പണികളൊക്കെ പെട്ടെന്ന് തീരും എന്നുള്ള ആ ഒരു കമൻറ്റാണ് എല്ലാവർക്കും അയക്കാനുള്ളത്. പക്ഷെ നമ്മൾ തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു തീരുമാനം എടുത്താൽ മാത്രമേ നമ്മളെ പണികളൊക്കെ പെട്ടെന്ന് തീരുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ എടുത്തിട്ടുള്ള കുറച്ച് നുറുക്കുവിദ്യകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന ആർക്കെങ്കിലും ഇതൊക്കെ ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൂടുതലും എൻ്റെ വീഡിയോയിൽ ഇതൊക്കെ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. കാരണം അങ്ങനത്തെ കമൻറ്റ്സ് എനിക്ക് വരാറുണ്ട്, മാഷാ അല്ലാ. കാരണം എൻ്റെ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലുമൊക്കെ ഒന്ന് മോട്ടിവേറ്റ് ആവുന്നുണ്ട് എന്നുള്ളതിൽ അറിയുന്നതിൽ തന്നെ എനിക്ക് നല്ല സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെണ്ടയ്ക്കപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടുകും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും ഇട്ട് ഉപ്പും ചേർത്തിട്ട് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. കറിക്കിടകം ഒന്നിന് നമ്മൾ മുരിങ്ങ കൂട്ടിയാൽ പിന്നെ പ്രശ്നമില്ലാന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ മുരിങ്ങയൊക്കെ കൂട്ടുന്നത്. പിന്നെ അതിൻ്റെ എത്രത്തോളം അത് എങ്ങനെയാണെന്നുള്ളത് എനിക്കും അറിയില്ല കേട്ടോ. പക്ഷേ ഞാനങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് കറിക്കിട ഒന്നിന് മുരിങ്ങ കൂട്ടിയോണ്ട് ഞാനിപ്പോഴും മുരിങ്ങ കൂട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുരിങ്ങ താളിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടല്ലോ. നമ്മൾ ചോറിനുള്ള വെള്ളം റൈസ് കുക്കറിലാണ് കേട്ടോ വെക്കാറുള്ളത്. അതാണ് കറണ്ട് അടുപ്പ് മേൽ ഇതേപോലത്തെ റൈസ് കുക്കറിൻ്റെ കുടുക്കയിൽ നമ്മൾ വെള്ളമൊക്കെ വെച്ച് വെള്ളം നല്ല പോലെ കാഞ്ഞപ്പം അരിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനിടയിൽ ഇതാ ഞാൻ ഉപ്പേരി മെല്ലെ മെല്ലെ നിന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. വീട്ടിലെ ജോലികൾ എത്ര എടുത്തിട്ടും തീരുന്നില്ല, അല്ലെങ്കിൽ സ്പീഡില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സമയം ഒരുപാട് എടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നവർക്ക് പറ്റിയിട്ടുള്ള ചെറിയൊരു ടിപ്സാണ്. തലേന്ന് നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് ചില ചെറിയ ചെറിയ ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നാളത്തേക്കുള്ള ഉപ്പേരിക്കാവട്ടെ കറിക്കാവട്ടെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതുപോലത്തെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എടുത്തിട്ട് കുക്ക് ചെയ്തെങ്ങാണ്ട് നമുക്ക് പണികളൊക്കെ പെട്ടെന്ന് തീർക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ വീഡിയോയിൽ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ ആ പാത്രങ്ങളൊക്കെ വേഗം കഴുകി വെച്ചതിന് ശേഷം മുരിങ്ങാ താളിപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന രീതി എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് കേട്ടോ. ആദ്യം ചട്ടി ചൂടായി വെളിച്ചെണ്ണ വെച്ച് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്ത് നല്ലപോലെ തിളച്ച് വരുമ്പോൾ ഇതേപോലെ മുരിങ്ങൻ്റെ ഇല ചേർത്ത് കൊടുക്കും കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അതവിടെ കിടന്നിട്ട് നല്ലപോലെ കുക്കായി കിട്ടും കേട്ടോ. കുറേ ദിവസമായി മുരിങ്ങത്താളിപ്പ് കഴിക്കാൻ നല്ല ആഗ്രഹമുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ മുരിങ്ങത്താളിപ്പ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ ചോറ് നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അരി. അത് ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടുന്ന് ഒരു 20 മിനിറ്റ് ആകുമ്പോൾ റേഷൻ കടയിലെ അരിയാണ് കേട്ടോ. അപ്പോൾ 20 മിനിറ്റ് ആകുമ്പോൾ അത് അവിടുന്ന് കുക്കായിക്കോളും. പിന്നെ നമുക്ക് ഊറ്റിയെടുത്താൽ മതി. അങ്ങനെ ഇതാ നമ്മൾ മുരിങ്ങത്താളിപ്പ് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മീൻ നമ്മൾ തലേന്ന് തന്നെ നല്ലപോലെ മസാലയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. അതും ഒരു എളുപ്പ വഴിയാണ് കേട്ടോ. ഈ മീൻ മസാല കൂട്ടി വെക്കുന്നത് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ കുറേ ആൾക്കാർ ചെയ്യാറില്ല. കാരണം അവർക്ക് മടിയായിട്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അവരുടെ സാഹചര്യം കൊണ്ടാണോ എന്നറിയില്ല. ഏതായാലും നമ്മൾ ഇതുപോലുള്ള ചെറിയ ചെറിയ വിധികളൊക്കെ ചെയ്താൽ നമ്മൾ വീട്ടിലെ ജോലികളൊക്കെ എളുപ്പമായിട്ട് നമുക്കൊന്ന് ഫ്രീ ആയിട്ടിരിക്കാൻ നമുക്ക് നമ്മളായിട്ടുള്ള
ചില സമയങ്ങൾ കണ്ടെത്താനും കഴിയും കേട്ടോ. അങ്ങനെ എന്താ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മൾ മീനൊക്കെ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കറിവേപ്പില ഇടുമ്പോൾ നല്ല പോലെ തന്നെ നമുക്ക് എവിടെയും പൊട്ടാതെ നല്ല പോലെ മറിച്ചിടാൻ കഴിയും കേട്ടോ. അങ്ങനെ മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ രണ്ടാളും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഒരു 4 മീൻ അങ്ങോട്ട് പൊരിച്ചെടുത്തു കേട്ടോ. അത് പിന്നെ വേഗം തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെപ്പോഴും കുറേ പാത്രങ്ങൾ ഇങ്ങനെ നിരത്തി വെക്കുന്നതിനേക്കാൾ കൂടുതൽ ഇതുപോലെ പാത്രങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പാത്രങ്ങളിൽ നിന്നും വേറെ ചെറിയ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുമ്പോൾ നമുക്ക് എന്താ കഴിക്കാൻ എടുക്കുന്ന സമയത്തും ഈസിയാണ്. പിന്നെ കൂടുതലായിട്ട് പാത്രങ്ങൾ കേൾക്കാനും ഉണ്ടാവില്ല കേട്ടോ. കാരണം ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ഒന്ന് കേക്ക് വെച്ചാൽ പിന്നെ നമുക്ക് ഇത്രയും വലിയ പാത്രം ഇങ്ങനെ കൊണ്ട് നടക്കേണ്ട ആവശ്യം വരില്ല. അങ്ങനെ ഇതാ ചോറിനുള്ള ഉപ്പേരിയും കറിയും മീൻ പൊരിച്ചും എല്ലാം റെഡിയായി. മാഷാ അല്ലാഹ് ഒരുപാട് പേര് നല്ല നല്ല കമൻറ്റ് അയക്കുന്നുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. കാരണം എൻ്റെ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലുമൊക്കെ ഒരാൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്നറിയുന്നതിൽ എനിക്ക് തന്നെ നല്ല അഭിമാനം തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ എൻ്റെ വീഡിയോ കാണുമ്പോൾ ഒരുപാട് പേർക്ക് വീട്ടു ജോലിയൊക്കെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ആണ്. മടിയൊക്കെ മാറ്റി വെക്കാൻ തോന്നുന്നുണ്ട്, മടിയൊക്കെ മാറ്റി വെച്ച് ജോലികൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കണം. അതേപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പം തന്നെ ഒന്ന് ഉറപ്പുവരുത്തണം കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പൊക്കെ ഒന്ന് തുടച്ചിട്ട് കൗണ്ടർ ടോപ്പും മൊത്തം ഒന്ന് തുടച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ 2-3 പ്രാവശ്യം തുടച്ചെടുത്താൽ തന്നെ നമ്മളെ കൗണ്ടർ ടോപ്പ് നല്ല പോലെ വൃത്തിയാവേ. നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പാത്രങ്ങൾ എന്തായാലും കേക്ക് വെക്കാനുണ്ടാവും കേട്ടോ. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ കേക്ക് വെച്ചതിന് ശേഷമാണ് ഞാൻ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാൻ ഒരുങ്ങാണ് കേട്ടോ. അപ്പോൾ ചോറും അതേപോലെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് കഴിക്കുകയാണേ. അപ്പോൾ ആദ്യം തന്നെ ഇതാ ചോറ് വിളമ്പിയിട്ടുണ്ട്. അതിലേക്ക് ഇതാ കുറച്ച് വെണ്ടക്കൻ്റെ ഉപ്പേരി ഇടുന്നുണ്ട് കേട്ടോ. ഈ വെണ്ടക്കൻ്റെ ഉപ്പേരി ആദ്യമൊക്കെ എനിക്ക് മഞ്ഞളും മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല എരിവിലുണ്ടാക്കുന്നത് ഇഷ്ടമുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് വല്ലാതെ ഇഷ്ടമല്ല. ഇപ്പം എനിക്ക് ഉപ്പ് പച്ചമുളകും ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അങ്ങനെ എന്താ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള മുരിങ്ങ താളിപ്പും വെണ്ടക്കൻ്റെ ഉപ്പേരിയും മീൻ പൊരിച്ചതും പിന്നെ വേറൊന്നുമല്ല, കുറേ ദിവസമായിട്ട് കുറേ കാന്താരി കിട്ടുന്ന സമയത്ത് നമ്മൾ അധികം ഇതേപോലെ സുർക്കയിലിട്ട് വെക്കും കേട്ടോ. അങ്ങനെ നല്ല പോലെ റെഡി ആയിട്ടുള്ള കാന്താരിയും കൂട്ടിയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.